ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം? നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇന്ന് നമ്മൾ സുഹൃത്തുക്കളെ പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ പറ്റിയിട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, സോഡിയം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ. അതുകൊണ്ട് അവയെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. ഹൈഡ്രജന്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിജനെ പറ്റിയിട്ടാണ്. ഓക്സിജനെ പറ്റി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്സിജൻ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. പഠിച്ചോളനെ, കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഹൈഡ്രജന്റെ കേസിൽ എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്? കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനും, കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജനുമാണ്. തിരിഞ്ഞു പോവല്ലേ. കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനും, കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജനുമാണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാ സുഹൃത്തുക്കളെ? 8 ആണ്. പഠിച്ചോളനെ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. പഠിക്കുക. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ സുഹൃത്തുക്കളെ? ജോസഫ് പ്രീസ്ലി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ. എന്നാൽ സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജനെ കണ്ടെത്തിയ വർഷം 1774. അതായത് ജോസഫ് പ്രീസ്ലി ഓക്സിജനെ കണ്ടെത്തിയ വർഷം എത്രയാണ്? 1774ലാണ്. ഓക്സിജന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. മറക്കല്ലേ. ഓക്സിജൻ ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അന്റോണിയോ ലാവോസിയാണ്. ആരാണ്? അന്റോണിയോ ലാവോസിയാണ്. അപ്പോൾ ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അത് ജോസഫ് പ്രീസ്ലിയും. എന്നാൽ ഓക്സിജന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അന്റോണിയോ ലാവോസിയുമാണ്. ഈ 2 ചോദ്യം ചോദിച്ചാലും PSC ഓപ്ഷനകത്ത് ഈ 2 വ്യക്തിത്വങ്ങളുടെ പേരും കൊടുത്തിരിക്കും. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഒന്നുകൂടി വീണ്ടും എടുത്തു പറയുന്നു. ഓക്സിജന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ചോദിക്കുന്നതെങ്കിൽ അത് അന്റോണിയോ ലാവോസിയെയും, ഇനി ഓക്സിജൻ എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് പ്രീസ്ലിയുമാണ്. വർഷം 1774 എന്ന് കൂടി പഠിക്കുക. റോക്കറ്റില് ഹൈഡ്രജനോടൊപ്പം ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. പഠിച്ചോളനെ, റോക്കറ്റില് ഹൈഡ്രജനോടൊപ്പം ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. വീണ്ടും പറയാം, റോക്കറ്റിൽ ഹൈഡ്രജനോടൊപ്പം ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. ഒരു പദാർത്ഥം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നതിന് ജ്വലനം എന്നറിയപ്പെടുന്നു. ഒരു പദാർത്ഥം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുന്നതിന് ജ്വലനം എന്നറിയപ്പെടുന്നു. ഒരു പദാർത്ഥം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ജ്വലനം എന്ന് പറയുന്നു. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന പീരീഡ് 2 ആണ്. മറക്കല്ലേ. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന പീരീഡ് ഏതാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്രാമത്തെ പീരീഡിലാണ് ഓക്സിജൻ സ്ഥിതി ചെയ്യുന്നത്? 2ലാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന പീരീഡ് ഏതാണ്? 2ാമത്തെ പീരീഡ് ആണ്. ഏതിലാണ്?
രണ്ടാമത്തെ പീരീഡിലാണ്, മറക്കരുത്. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പി ബ്ലോക്ക്, അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ബ്ലോക്ക് മൂലകമാണ്. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക് ആണ്. അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ബ്ലോക്ക് മൂലകമാണ് എന്നർത്ഥം. ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് 16ാം ഗ്രൂപ്പ്. ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? 16ാം ഗ്രൂപ്പാണ്. അപ്പോ മറക്കാതെ പഠിക്കുക. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന പീരീഡ് ഏതാ സുഹൃത്തുക്കളെ? രണ്ടാം പീരീഡ്. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് പി ബ്ലോക്ക് ആണ്. ഇനി ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ഗ്രൂപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 16ാം ഗ്രൂപ്പാണ്. മറക്കല്ലേ. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന പീരീഡ് 2, ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പി ബ്ലോക്ക് ആണ്. ഓക്സിജൻ സ്ഥിതി ചെയ്യുന്ന ഗ്രൂപ്പ് ചോദിച്ചാൽ അത് 16ാം ഗ്രൂപ്പാണ്. ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p4 എന്നാണ്. ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ സുഹൃത്തുക്കളെ? 1s2 2s2 2p4 എന്നാണ്. സുഹൃത്തുക്കളെ, ആകെ നമ്മുടെ ഓക്സിജൻ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 8 എന്നാണ്. അപ്പോൾ 1s2 2s2 2p4 എന്നാണ് നമ്മുടെ ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇങ്ങനെ അല്ലെങ്കിലും PSC ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ളത്. ഈ 1s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീലിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. 1s2 എന്ന് പറയുന്നത് നമ്മുടെ ഹീലിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും PSC എഴുതി ചോദിക്കാറുണ്ട്. വേറൊന്നുമില്ല, ഹീലിയം എന്ന് എഴുതും, അതിനുശേഷം ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുന്നു, അതിനുശേഷം ഹീലിയം എന്ന് പറയുന്നത് 1s2 ആണ്. പിന്നെ നമ്മൾ 1s2 എഴുതേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഓക്സിജൻ എത്ര ഇലക്ട്രോൺസ് വിന്യാസം ഉണ്ടോ അതങ്ങ് എഴുതി വെക്കുന്നു, അതായത് 2s2 അതുപോലെ 2p4 ഇങ്ങനെ നമ്മൾ അങ്ങ് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ PSC ഈ രീതിയിലും ചോദിക്കാറുണ്ട്. 1s2 എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെതാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഹീലിയത്തിനെ നമുക്ക് 1s2ന്റെ സ്ഥാനത്ത് എഴുതിക്കൊണ്ട് ഒരു ബ്രാക്കറ്റിനുള്ളിൽ ആക്കിയിട്ട് 2s2 2p4 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി ഇങ്ങനെയും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും സുഹൃത്തുക്കള് പഠിക്കാൻ ശ്രമിക്കുക. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ. നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ദ്രവീകൃത ഓക്സിജന്റെ നിറം നേരിയ നീല നിറം. അത് വളരെ തിരിച്ചറിയാൻ പറ്റാത്ത നേരിയ നീല നിറമാണ് കേട്ടോ. ദ്രവീകൃത ഓക്സിജന്റെ നിറം എന്താണ്? നേരിയ നീല നിറമാണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ദ്രവീകൃത ഓക്സിജന്റെ നിറം എന്താണ്? നേരിയ നീല നിറമാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന രീതിയിൽ, അതായത് വാതകമായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ് ഓക്സിജൻ എന്നുള്ളത്. ജലത്തിൽ ലയിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അതുകൊണ്ടാണ് ജലജീവികൾക്ക് ഓക്സിജൻ ലഭിക്കുന്നത്. അല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ ജലജീവികളെല്ലാം ഓക്സിജൻ സ്വീകരിക്കുന്നത് എവിടെയാണ്? ജലത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനെ സ്വീകരിക്കുകയാണ് ജലജീവികൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ജലത്തിൽ ഓക്സിജൻ ലയിക്കാറുണ്ട്. മറക്കല്ലേ, ജലത്തിൽ ലയിക്കുന്ന വാതകമാണ് ഓക്സിജൻ. എന്നാൽ ജലത്തിൽ ലയിക്കാത്ത വാതകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. മറക്കരുത്, ജലത്തിൽ ലയിക്കാത്ത വാതകം ഹൈഡ്രജൻ. ജലത്തിൽ ലയിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അങ്ങനെ ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നത് കൊണ്ടാണ് ജലജീവികൾക്ക് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത്. ജലജീവികൾക്ക് ഓക്സിജൻ ലഭിക്കുന്നത് എന്നും പഠിക്കുക. ഓക്സിജൻ 90 കെൽവിനിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം -183.15 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദ്രാവകമായി മാറുന്നു. അതായത് ഓക്സിജൻ എന്ന് പറയുന്ന വാതകം ദ്രാവകമായി മാറുന്നതിന് വേണ്ടിയിട്ട് 90 കെൽവിനിലുള്ള താപനില നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ കെൽവിൻ സ്കെയിലിൽ 90 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ -183.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് രണ്ടും പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓക്സിജൻ ദ്രാവകമായി മാറുന്നു, അതായത് വാതകമായിരിക്കുന്ന ഓക്സിജൻ ദ്രാവകമായി മാറണമെങ്കിൽ അത് എത്ര കെൽവിനിലാണ്? 90 കെൽവിനിലാണ്. അതിന് തുല്യമായിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് നോക്കുമ്പോൾ -183.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മൈനസ് മറക്കരുത്, -183.15 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഓക്സിജൻ ദ്രാവകമായി മാറുന്നത്. ഓക്സിജൻ 55 കെൽവിനിൽ, അതായത് -218.15 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഖരമായി മാറുന്നു. ശ്രദ്ധിച്ചോളണേ, ഓക്സിജൻ 55 കെൽവിനില്, അല്ലെങ്കിൽ നമുക്ക് പറയാം -218.15 ഡിഗ്രി സെൽഷ്യസ് താപനിലയില് ഖരമായി മാറുന്നു. അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില എത്രയാണ്? 90 കെൽവിനിലാണ്. ഇനി ഓക്സിജൻ ഖരമായി മാറുന്ന താപനില ചോദിച്ചാൽ അത് 55 കെൽവിനിലുമാണ്. ഇനി ഡിഗ്രി സെൽഷ്യസിലോട്ട് പറയുമ്പോഴേക്കും ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില എത്രയാണ്? -183.15 ഡിഗ്രി സെൽഷ്യസും. ഓക്സിജൻ ഖരമായി മാറുന്ന താപനില ചോദിച്ചാൽ ഇൻ ഡിഗ്രി സെൽഷ്യസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ
-218.15 ഡിഗ്രി സെൽഷ്യസുമാണ് പഠിക്കുക. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ആംശിക സ്വേദനം. പഠിച്ചോളനെ, വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ആംശിക സ്വേദനം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? ആംശിക സ്വേദനം. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ആംശിക സ്വേദനം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. പഠിക്കുക, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. മറക്കല്ലേ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ മൂലകം ആരാ സുഹൃത്തുക്കളെ? അത് നൈട്രജൻ ആണ്. ആരാണ്? നൈട്രജൻ ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അത് നൈട്രജനും. നമ്മുടെ അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാ സുഹൃത്തുക്കളെ? 21%. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. പഠിക്കുക. ഓക്സിജൻ മറ്റൊരു മൂലകവുമായി പ്രവർത്തിച്ച് ഓക്സൈഡ് സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. പഠിച്ചോളനെ, ഓക്സിജൻ മറ്റൊരു മൂലകവുമായി പ്രവർത്തിച്ച് ഓക്സൈഡ് സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. വീണ്ടും പറയുന്നു, ഓക്സിജൻ മറ്റൊരു മൂലകവുമായി പ്രവർത്തിച്ച് ഓക്സൈഡ് സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ഓക്സൈഡ് സംയുക്തങ്ങൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ് അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളവയാണ്. മറക്കല്ലേ, ഓക്സൈഡ് സംയുക്തങ്ങൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ് അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളവയാണ്. മറക്കരുത്, ഓക്സൈഡ് സംയുക്തങ്ങൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവ അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളവയാണ്. അലോഹ ഓക്സൈഡുകൾ മാത്രമാണ് അസിഡിക് സ്വഭാവം കാണിക്കുന്നത്. മറക്കല്ലേ, എന്നാൽ അലോഹങ്ങളുമായിട്ട് ഓക്സിജൻ പ്രവർത്തിച്ചുണ്ടാക്കുന്ന അലോഹ ഓക്സൈഡുകൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നവയാണ്. മറക്കരുത്, അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിച്ചുണ്ടാകുന്ന അലോഹ ഓക്സൈഡുകൾ മാത്രമാണ് അസിഡിക് സ്വഭാവം കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് മാഗ്നീസ് ഹെപ്റ്റോക്സൈഡും വനേഡിയം പെന്റോക്സൈഡും വനേഡിയം പെന്റോക്സൈഡ് എന്നിവ അസിഡിക് സ്വഭാവം കാണിക്കുന്ന അലോഹ ഓക്സൈഡുകളാണ്. പഠിക്കുക. ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വില കൂടുതൽ. ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് അവരുടെ നിറമോ ഗുണമോ ഒന്നും മങ്ങത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വിലയും. ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണവും പ്ലാറ്റിനവുമാണ്. വീണ്ടും പറയുന്നു, ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിക്കുക. അലുമിനിയം, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് കാരണം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അലുമിനിയം, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. പഠിച്ചോളനെ, ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. മറക്കരുത്, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ തുരുമ്പ് എന്ന് പറയുന്നത്. അത് ഇരുമ്പ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. ഇതിന്റെ വേഗത കൂട്ടുന്നതാരെന്ന് ചോദിച്ചാൽ അത് ജലമാണ് കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചോളണം കേട്ടോ. ജലമാണ് എന്താണ് ഈ പറയുന്ന ഇരുമ്പ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് തുരുമ്പ് അഥവാ അയൺ ഓക്സൈഡ് ഉണ്ടാകുന്നതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് ജലമാണ് കേട്ടോ. അതാണ് ഈ പുറത്ത് കിടക്കുന്ന ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിക്കാൻ കാരണം കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത് എന്ന് പഠിക്കുക. ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാവുന്നത്. തുരുമ്പിനെ നമ്മൾ കെമിക്കലി എങ്ങനെയാ സുഹൃത്തുക്കളെ പറയുന്നത്? Fe2O3 എന്ന് പറയുമല്ലേ, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് എന്ന് പറയും. അപ്പോൾ ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജലമാണ് കേട്ടോ. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഇരുമ്പ് തുരുമ്പാവുന്ന പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ജലമാണ്. അതുകൊണ്ടാണ് പുറത്ത് കിടക്കുന്ന ഇരുമ്പ് പെട്ടെന്ന് എന്തായിട്ട് മാറുന്നത്? തുരുമ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഇരുമ്പ് ഓക്സിജനുമായി പ്രവർത്തിച്ച് തുരുമ്പുണ്ടാകുന്നു. തുരുമ്പ് രാസപരമായിട്ട് എന്താ സുഹൃത്തുക്കളെ? Fe2O3 ആണ്, അതായത് അയൺ ഓക്സൈഡ് ആണ് എന്ന് പഠിച്ചു വെക്കുക. ഇതിന്റെ പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജലമാണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളുടെ എണ്ണം 3 ആണ്. ഓക്സിജന്റെ ഐസോടോപ്പുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അവ ഏതൊക്കെയാണ്? ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഇവ സാധാരണഗതിയിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ശ്രദ്ധിക്കുക, ഓക്സിജന്റെ ഐസോടോപ്പുകളുടെ എണ്ണം 3 ആണ്. ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്നിവയാണ്. ഇവ സാധാരണ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത് കേട്ടോ. ഈ ഓക്സിജന്റെ ഐസോടോപ്പുകൾ ഇവിടെ നിന്നും PSC ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ
കൂടുതൽ തെറ്റിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. അതാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജന്റെ ഐസോടോപ്പ് അല്ല. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. ഒത്തിരി PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഓക്സിജന്റെ ഐസോടോപ്പ് അല്ല ഓസോൺ എന്ന് പറയുന്നത്. അത് ഓക്സിജന്റെ അലോട്രോപ്പ് ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഐസോടോപ്പ് അല്ല. കാരണം ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഓക്സിജന്റെ ഐസോടോപ്പ് അല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18, ഓസോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം നമ്മൾ ഈ 16, 17, 18 വരുമോ എന്ന് ചിന്തിക്കും. എന്നിട്ട് നമ്മുടെ മനസ്സ് ആദ്യമേ തീരുമാനിക്കുന്നത് ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഐസോടോപ്പ് ആണെന്ന് മനസ്സിലങ്ങ് വിചാരിച്ചു വെക്കും. അത് തെറ്റാണ്. ഓക്സിജന്റെ ഐസോടോപ്പ് അല്ല ആരെന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നത്. ഓക്സിജന് 3 ഐസോടോപ്പുകളേ ഉള്ളൂ. അവ ഏതൊക്കെയാണ്? ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഇവിടെ നിന്ന് നിർബന്ധമായിട്ടും സുഹൃത്തുക്കൾ പഠിക്കേണ്ട പോയിന്റ് ആണ്. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഐസോടോപ്പ് അല്ല എന്ന് പഠിച്ചു വെക്കുക. ഓക്സിജനുമായുള്ള മൂലകങ്ങളുടെ രാസപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. പഠിച്ചോളണേ. ഓക്സിജനുമായുള്ള മൂലകങ്ങളുടെ രാസപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. ഓക്സിജനുമായുള്ള മൂലകങ്ങളുടെ രാസപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. പഠിക്കും. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഓക്സിജന്റെ ഉപയോഗങ്ങളാണ്. ഓക്സിജന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് ആണ് ശ്വസനവാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അല്ലെങ്കിൽ ജീവികളുടെയും വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. വെൽഡിംഗ് പ്രക്രിയയിൽ അസറ്റിലിനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളണേ. വെൽഡിംഗ് പ്രക്രിയയിൽ അസറ്റിലിനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഓപ്ഷനകത്ത് അസറ്റിലിനും കാണും, അതുപോലെ തന്നെ ഓക്സിജനും കാണും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: വെൽഡിംഗ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനകത്ത് അസറ്റിലിനും PSC കൊടുത്തിരുന്നു, ഓക്സിജനും ചില സമയങ്ങളിൽ ഉത്തരമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ് അസറ്റിലിൻ എന്ന് പറയുന്ന വാതകവും അതിനോടൊപ്പം തന്നെ ഓക്സിജനും. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. വെൽഡിംഗ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട വാതകമാണ് അസറ്റിലിനും അതുപോലെ ഓക്സിജനും. ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് ആവശ്യമായ വാതകം ഓക്സിജൻ ആണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് ആവശ്യമായ വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. പഠിക്കുക. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് ആവശ്യമായ വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. മലിനജലത്തിന്റെ സംസ്കരണത്തിനും ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. മറക്കല്ലേ, മലിനജലത്തിന്റെ സംസ്കരണത്തിനും ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഓക്സിജനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നുകൂടി പറയാം, ഓക്സിജന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ശ്വസനവാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. വെൽഡിംഗ് പ്രക്രിയയിൽ അസറ്റിലിനോടൊപ്പം ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. അതുപോലെ ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് ആവശ്യമായ വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. മലിനജലത്തിന്റെ സംസ്കരണത്തിനും ശുദ്ധീകരണത്തിനും ഓക്സിജൻ ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ഓസോൺ. എന്തിനെ പറ്റിയാണ്? ഓസോൺ. അതായത് ഓക്സിജന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഓസോണിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓസോൺ എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓസോൺ. എന്തിനെ പറ്റിയാണ് സുഹൃത്തുക്കളെ പഠിക്കാൻ പോകുന്നത്? ഓസോണിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയാണ്? ഓസോണിനെ പറ്റി, അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പ് ആയിട്ടുള്ള ഓസോണിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഓസോൺ. നമുക്ക് നോക്കാം ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ത്രയോറ്റോമിക തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? O3 എന്നാണ് എഴുതുന്നത്, അല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ അതിനകത്ത് 3 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ത്രയോറ്റോമിക തന്മാത്ര അറിയപ്പെടുന്ന പേരാണ് ഓസോൺ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ത്രയോറ്റോമിക തന്മാത്രകളാണ് ഓസോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓസോണിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? O3 എന്നാണ്. അതിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? 3 ഓക്സിജൻ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണ് ഓസോൺ ഉണ്ടാകുന്നത് എന്നാണ്. ഓക്സിജന്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പാണ് ഓസോൺ എന്ന് പറയുന്നത്. പഠിച്ചോളനെ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓസോൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ആരാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ആണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ആണ്. പഠിക്കുക. വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ശുദ്ധമായ ഓസോണിന്റെ നിറം ഇളം നീല നിറം. പഠിച്ചോളനെ.
വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ശുദ്ധമായ ഓസോണിന്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ അത് നീല നിറമാണ്. ഇങ്ങനെ തന്നെ പഠിക്കണേ. വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ശുദ്ധമായി ഇരിക്കുന്ന ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ദ്രാവകാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം കടും നീല നിറം. ദ്രാവകാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം ചോദിച്ചാൽ അത് കടും നീല നിറമാണ്. ദ്രാവകാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം എന്താ സുഹൃത്തുക്കളെ? കടും നീല നിറമാണ്. ഖരാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം കറുപ്പ് കലർന്ന വയലറ്റ് നിറം അല്ലെങ്കിൽ നമുക്ക് പർപ്പിൾ നിറം എന്ന് പറയാം. ഖരാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം കറുപ്പ് കലർന്ന വയലറ്റ് നിറം അല്ലെങ്കിൽ പർപ്പിൾ നിറമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. വാതകാവസ്ഥയിൽ അല്ലെങ്കിൽ ശുദ്ധമായ ഓസോണിന്റെ നിറം ചോദിച്ചാൽ അത് ഇളം നീല നിറമാണ്. ദ്രാവകാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറം ചോദിച്ചാൽ കടും നീല നിറമാണ്. ഖരാവസ്ഥയിലുള്ള ഓസോണിന്റെ നിറമാണെങ്കിൽ കറുപ്പ് കലർന്ന വയലറ്റ് നിറം അല്ലെങ്കിൽ പർപ്പിൾ നിറമാണ്. പഠിക്കുക. ക്രിയാശീലത കൂടിയ ഓക്സിജന്റെ അലോട്രോപ്പാണ് ഓസോൺ. അതുകൊണ്ട് തന്നെ ഓസോണിന് സ്ഥിരത വളരെ കുറവാണ്. ക്രിയാശീലത കൂടിയ ഓക്സിജന്റെ അലോട്രോപ്പാണ് ഓസോൺ. അതുകൊണ്ട് തന്നെ ഓസോണിന് സ്ഥിരത വളരെ കുറവാണ്. അതായത് ഏതെങ്കിലും ഒരു മൂലകം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ഓസോൺ എന്ത് ചെയ്യും? വിഘടിച്ചിട്ട് ഓക്സിജനായി മാറിയിട്ട് അത് എന്ത് ചെയ്യും? നമ്മുടെ ആ വന്നിരിക്കുന്ന പുതിയ മൂലകവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അതിന്റെ ഓക്സൈഡുകൾ രൂപീകരിക്കും. കേട്ടോ, അതാണ് പറഞ്ഞത്. ക്രിയാശീലത വളരെ കൂടുതലാണെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചാടി അങ്ങ് കയറി കൊടുക്കും. കേട്ടോ, അപ്പോ ക്രിയാശീലത കൂടിയ ഓക്സിജന്റെ അലോട്രോപ്പാണ് ഓസോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓസോണിന് സ്ഥിരത വളരെ കുറവുമാണ്. പഠിക്കുക. ഓസോണിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൂര്യപ്രകാശത്തിലെ രശ്മികളാണ് അൾട്രാ വയലറ്റ് രശ്മികൾ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പഠിക്കണേ. ഓസോണിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൂര്യപ്രകാശത്തിലെ രശ്മികളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൾട്രാ വയലറ്റ് രശ്മികളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ നിന്നും രൂപപ്പെടുന്നതാണ് ഓസോൺ. പഠിച്ചോളണേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തില് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മിയുടെ സാന്നിധ്യത്തില് അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ നിന്നും രൂപപ്പെടുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത്. സൂര്യനിലെ അപകടകാരിയായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ കടത്തിവിടാതെ സംരക്ഷിക്കുന്നതും ഓസോൺ ആണ്. പഠിച്ചോളണേ. സൂര്യനിലെ അപകടകാരികളായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ അല്ലെങ്കിൽ കിരണങ്ങളെ ഭൂമിയിൽ കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ്. പഠിക്കുക. പരീക്ഷണശാലയിൽ ഓസോൺ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകൃത ഓക്സിജൻ പ്രക്രിയ. മറക്കല്ലേ. പരീക്ഷണശാലയില് ഓസോൺ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകൃത ഓക്സിജൻ എന്ന്. എന്താണ് ഓസോണീകൃത ഓക്സിജൻ എന്ന്? ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓസോണിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൂര്യപ്രകാശത്തിലെ രശ്മികൾ അല്ലെങ്കിൽ റൈസ് എന്ന് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് രശ്മികളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ നിന്നും രൂപപ്പെടുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത്. സൂര്യനിലെ അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഓസോൺ ആണ്. പരീക്ഷണശാലയിൽ ഓസോൺ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകൃത ഓക്സിജൻ. എന്താണ് ഓസോണീകൃത ഓക്സിജൻ? പഠിക്കുക. അമിതമായ അളവിൽ ഓസോൺ സ്ഫോടന സ്വഭാവമുള്ളവയാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവക്കാരനാണ് ഓസോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ അളവിൽ ഓസോണിനെ നമ്മൾ സംരക്ഷിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് അതിസ്ഫോടന സ്വഭാവമുള്ള ഒരു വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ നാശത്തിന് കാരണമാകുന്ന വാതകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നൈട്രജൻ സംയുക്തമായ നൈട്രിക് ഓക്സൈഡ് ഓസോൺ നാശത്തിന് കാരണമാകുന്നു. ഇപ്പോഴങ്ങോട്ട് പോയ PSC എക്സാമിൽ ചോദിച്ചതേ ഉള്ളേ. പഠിച്ചോളനെ. നൈട്രജൻ സംയുക്തമായ നൈട്രിക് ഓക്സൈഡ് ഓസോൺ നാശത്തിന് കാരണമാകുന്നു. NO2 എന്ന് പറയുന്ന സാധനം നൈട്രിക് ഓക്സൈഡ് എന്തിന് കാരണമാകുന്നുണ്ട്? ഓസോൺ നാശത്തിന് കാരണമാകുന്നുണ്ട്. സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രിക് ഓക്സൈഡ്. മറക്കരുത്. സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ സംയുക്തം എന്ന് ചോദിച്ചാൽ നൈട്രിക് ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നൈട്രിക് ഓക്സൈഡ് പെട്ടെന്ന് ഓസോൺ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എയ്റോസോൾ സ്പ്രേകൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയിലെ സുഹൃത്തുക്കളെ, അതിനെയാണ് എയ്റോസോൾ സ്പ്രേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി സ്പ്രേ. ആ ബോഡി സ്പ്രേകൾ അഥവാ എയ്റോസോൾ സ്പ്രേകളിലും റെഫ്രിജറേറ്ററുകളിലെ റെഫ്രിജറന്റ് ആയും ഉപയോഗിക്കുന്ന ഫ്രിയോൺ വാതകം ഓസോൺ നാശത്തിന് കാരണമാകുന്നു. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. എയ്റോസോൾ സ്പ്രേകളിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്പ്രേകളിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററുകളിലെ റെഫ്രിജറന്റ് അതായത് കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രിയോൺ വാതകം ഓസോൺ നാശത്തിന് കാരണമാകുന്നു. പഠിക്കുക.
റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, ഡൈ ക്ലീനിങ് ഏജന്റുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ നാശത്തിന് കാരണമാകുന്നു. അതിനെ നമ്മൾ കോമൺലി CFC എന്ന് വിളിക്കും കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോ റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ അതുപോലെ തന്നെ ഡ്രൈ ക്ലീനിങ് ഏജന്റുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ നാശത്തിന് കാരണമാകുന്നു. അതിന്റെ പേരെന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ ഇവിടെ നിന്ന് PSC ചോദിച്ചിട്ടുണ്ട് ഈ CFCയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് ഏതാ സുഹൃത്തുക്കളെ? C എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. രണ്ടാമത്തെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. അതുപോലെ അവസാനത്തെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓസോൺ നാശത്തിന് കാരണമാകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ക്ലോറിൻ ആണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന വാതകത്തിനകത്ത് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റിനകത്ത് ഏറ്റവും കൂടുതൽ ഓസോൺ നാശത്തിന് കാരണമാക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ക്ലോറിൻ ആണ്. മറക്കരുത്, ആരാണ്? ക്ലോറിൻ ആണ്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാലോൺസ്, കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നിവയും ഓസോൺ നാശത്തിന് കാരണമാകുന്നു. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാലോൺസും അതുപോലെ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നിവയും ഓസോൺ നാശത്തിന് കാരണമാകുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, ഡ്രൈ ക്ലീനിങ് ഏജന്റുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ നമ്മൾ ഓമന പേരിലെ CFC എന്ന് വിളിക്കുന്നു. ഇത് ഓസോൺ നാശത്തിന് കാരണമാകുന്നു. ഇതിലെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആണ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓസോൺ നാശത്തിന് കാരണമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ക്ലോറിൻ ആണ്. മറക്കരുത്, ക്ലോറിൻ ആണ്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാലോൺസ് അതുപോലെ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നിവയും ഓസോൺ നാശത്തിന് കാരണമാകുന്നു. പഠിക്കും. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഓസോണിന്റെ ഉപയോഗങ്ങളാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഓസോണിന്റെ ഉപയോഗങ്ങൾ, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഓസോണുള്ളത് നമുക്കിത് നോക്കാം. സിനിമാ ഹാളുകൾ, ടണൽ, റെയിൽവേ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ വായു ശുദ്ധീകരിക്കാനായി ഓസോൺ ഉപയോഗിക്കുന്നു. സിനിമാ ഹാളുകള്, ടണലുകള്, റെയിൽവേ തുടങ്ങിയ മേഖലകളില് അല്ലെങ്കിൽ തുടങ്ങിയ തിരക്കേറിയ പ്രദേശങ്ങളില് വായു ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഓസോൺ ഉപയോഗിക്കുന്നു. അറവുശാലകൾ പോലുള്ള മേഖലകളിൽ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. പഠിക്കുക, വലിയ വലിയ അറവുശാലകൾ പോലുള്ള മേഖലകളിൽ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. ജലം അണുവിമുക്തമാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. ജലം അണുവിമുക്തമാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. സിൽക്ക്, ആനക്കൊമ്പ്, എണ്ണകൾ, അന്നജം, മെഴുക്ക് തുടങ്ങിയവ ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഓസോൺ ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സിൽക്ക്, ആനക്കൊമ്പ്, എണ്ണകൾ, അന്നജം, മെഴുക് തുടങ്ങിയ ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഓസോൺ വാതകമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിർമ്മാണത്തിന് ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നത് ഓസോൺ ആണ്. പഠിച്ചോളനെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിർമ്മാണത്തിന് ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ്. കീടനാശിനിയും അണുനാശിനിയും ഓസോൺ ഉപയോഗിക്കുന്നു. കീടനാശിനിയായും അണുനാശിനിയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓസോൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വളരെ വിരളമായിട്ടാണെന്നേ ഉള്ളൂ കേട്ടോ. കീടനാശിനിയായിട്ടും അണുനാശിനിയായിട്ടും നമ്മൾ ഓസോൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓസോണിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സിനിമാ ഹാളുകൾ, ടണൽ, റെയിൽവേ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ വായു ശുദ്ധീകരിക്കാനായി ഓസോൺ ഉപയോഗിക്കുന്നു. അറവുശാലകൾ പോലുള്ള മേഖലകളിൽ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. ജലം അണുവിമുക്തമാക്കുന്നതിന് ഓസോൺ ഉപയോഗിക്കുന്നു. സിൽക്ക്, ആനക്കൊമ്പ്, എണ്ണകൾ, അന്നജം, മെഴുക് തുടങ്ങിയ ബ്ലീച്ച് ചെയ്യുന്നതിനായിട്ട് ഓസോൺ വാതകമാണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിർമ്മാണത്തിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്നത് ഓസോൺ ആണ്. കീടനാശിനിയായും അണുനാശിനിയായും ചില അവസരങ്ങളിൽ നമ്മൾ ഓസോൺ ഉപയോഗിക്കാറുണ്ട്. പഠിക്കുക. ഇത്രയുമാണ് നമ്മൾ ഓക്സിജനുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ് ഇതൊക്കെ. അപ്പൊ സുഹൃത്തുക്കൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.